ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു തട്ടുകട സ്റ്റൈൽ ദോശ ഉണ്ടാക്കിയാലോ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന്. ഇത് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുള്ളൂ കേട്ടോ. ദോശ അത്രയ്ക്ക് സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് അരച്ച് വെച്ചതാണ്. ഇത് ഞാൻ 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ഉഴുന്ന് പിന്നെ കുറച്ച് ചോറും ഉലുവയും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പാനൊക്കെ ഏകദേശം നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാവേ. ഇതിലോട്ട് ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കാതിരുന്നത്, മാവിൽ ഞാൻ നേരത്തെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് പാനിൽ എണ്ണ ഒഴിക്കാതിരുന്നത്. അപ്പോൾ ഇതേ ദോശ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ എത്ര സോഫ്റ്റ് ദോശയാണെന്ന്. ഇനി ഈ സൈഡും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന പോലത്തെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ദോശകളും കൂടെ ചുട്ടെടുക്കാവേ. അപ്പോൾ ഇത് നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേപോലെയുള്ള ദോശ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടുകട ദോശ കഴിക്കാൻ തോന്നുമ്പോൾ തട്ടുകടയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഒരാൾക്ക് 2-3 ദോശയൊക്കെ സിമ്പിളായിട്ട് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും എന്തായാലും പറയണേ. അപ്പോൾ ഇത് ഞാനിവിടെ ദോശയ്ക്ക് സൈഡായിട്ട് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാ ചട്നിയാണ്. നിങ്ങൾക്കിതിൻ്റെ കൂടെ സാമ്പാറോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഓൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ബൈ.